പരിഹാസം ഓതിയാലും ഈ ലോകം ആക്ഷേപം ചൊല്ലിയാലും ദുഷ്ട പരിഹാസം ഓതിയാലും കർത്താവിന്റെ ശ്രേഷ്ഠരായ ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വീണ്ടും ഒരു വിശുദ്ധ സഭായോഗമായി നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനെ ഒരു അവസരം കർത്താവ് തന്നതിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ രാവിലെ കടന്നു വന്ന നിമിഷം മുതൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യത്തിലായിരിക്കാൻ, ആത്മാനിറവിൽ ദൈവത്തെ ആരാധിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുവാൻ ഓരോ ദിവസവും നമുക്ക് കർത്താവ് കൃപ ചെയ്യുന്നതിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലും ഒക്കെ നമുക്ക് വേർപാടിന്റെ ദുഃഖത്തിൽ ആയിരിക്കുന്ന നമ്മുടെ കൂടെ ആരാധിക്കുന്ന, കൂടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുടെ ആ കുടുംബങ്ങൾ വളരെ ദുഃഖത്തിലും വേദനയിലും ആയിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവിന്റെ ആശ്വാസത്തിന്റെ ഫലം ദൈവത്തിന്റെ ഉള്ളങ്ങളിൽ പകരുമാറാണ്. മനുഷ്യന്റെ വാക്കുകൾക്ക് ഒരിക്കലും അവർക്ക് ഒരു പരിമിതി വരെ മാത്രമേ ആ മാനുഷികമായ ഒരു ആശ്വാസം ലഭിക്കുന്നു. എന്നാൽ കർത്താവ് നൽകുന്ന സമാധാനം, കർത്താവ് നൽകുന്ന ആശ്വാസം അത് നിലനിൽക്കുന്നതാണ്, അതിലേക്കും സ്ഥിരമായുള്ളതാണ്. ദൈവത്തിന്റെ സ്തോത്രം. അത് കർത്താവ് പ്രിയപ്പെട്ടവർക്ക് നൽകട്ടെ. പ്രിയ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആന്റി കഴിഞ്ഞ ആഴ്ചയിലാണ് ആന്റിയുടെ സഹോദരിയുടെ ഭർത്താവാണെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് അത് അറിവാണ് തീർന്നത്. എനിവേ കർത്താവ് സഹായിക്കട്ടെ. അവിടെ യാത്രയിൽ ദൈവം കൂടിയിരുന്നല്ലോ സമാധാനത്തോടെ മടങ്ങി വരുവാൻ ദൈവം സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഒരു വാക്യമായി പറഞ്ഞ് താല്പര്യപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യവും വായിക്കാം. സർവസഭയ്ക്കും ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. ഇനി അതിന്റെ 14-ാമത്തെ വാക്യം. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഈ വാക്യം ഞാൻ എടുത്തപ്പോൾ ആ 11-ാമത്തെ വാക്യം ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വായിച്ചതാണ്. പക്ഷേ അതിന് ശുശ്രൂഷിപ്പാൻ എനിക്ക് കഴിഞ്ഞില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മറ്റൊരു നിയോഗത്തിലേക്ക് നയിക്കുവാനായി തീർന്നു. അതുകൊണ്ട് ഇന്ന് പകൽ അതിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഇരിപ്പാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. അവിടെ വായിച്ച വാക്യം എങ്ങനെയാണ്? സർവ സഭയ്ക്കും ഇത് കേട്ടവർക്കെല്ലാം. അന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? സഭ, ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞാൽ ആരാ? ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞാൽ ആരാ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശു കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരെയാണ് സഭ എന്ന് വിളിക്കുന്നത്. അത് അപ്പോസ്തല ഞാൻ എടുക്കുന്നില്ല, വാക്യം കളിപ്പിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ഇങ്ങനെയുള്ള സഭ. ആമേൻ. ഇനി അവിടെ പറയാൻ 2-ാമത്തെ കൂട്ടരാരാണ്? കേട്ടവർ. അപ്പൊ കർത്താവിന്റെ കൂടെ എപ്പോഴും കേൾക്കാൻ നടക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവർ കർത്താവിനെ അനുസരിക്കുന്നില്ല, അവർ കേൾക്കാൻ ഭയങ്കര ഉത്സാഹമാണ്.
നമ്മുടെ കൂട്ടത്തിൽ ഒത്തിരി പേര് അങ്ങനെയുണ്ട്. പ്രൈസ്. ഞാൻ ഇവിടുത്തെ കാര്യമല്ലേ പറയുന്നത് കേട്ടോ, ഞാൻ പൊതുവെയുള്ള കാര്യം പറയാം. കേൾക്കാൻ ഒത്തിരി താല്പര്യം എല്ലാവർക്കുണ്ട്, പക്ഷെ അനുസരിക്കുവാൻ, അതിനെ ഫോളോ ചെയ്യുവാൻ, ആമേൻ, കർത്താവിന്റെ രാജ്യത്തിലേക്കുള്ള ആ ഒരു തീഷ്ണത ഉണ്ടാകുന്ന വളരെ ചുരുക്കം പേര് മാത്രം. അതുകൊണ്ട് ഇവിടെ 2 ഗ്രൂപ്പായിട്ട് അവിടെ പരിശുദ്ധാത്മാവിനെ രേഖപ്പെടുത്തി. നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ വേണം പഠിക്കാനായിട്ട്. ആമേൻ. അപ്പൊ അന്നും കർത്താവിന്റെ കൂടെ അപ്പം തിന്നുവാനും അത്ഭുതങ്ങൾ കാണാനും ഒക്കെ നടന്നൊരു കൂട്ടരുണ്ടായിരുന്നു. അവരെ കുറിച്ചാണ് പറയുന്നത്. പ്രൈസറോ, അതാണ് കേട്ടവർ എന്ന് പറയുന്നത്. സഭ അങ്ങനെയല്ല. സഭ ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ നിൽക്കുന്നവരാണ്, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവരാണ്, കർത്താവിന്റെ വചനത്തിന് വേണ്ടി തീഷ്ണതയോടെ മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളവരാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ നോക്കണമേ, അവിടെ വായിച്ചത് സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്കും ഈ 2 കൂട്ടർക്ക് എന്തുണ്ടായി? ഭയമല്ല ഉണ്ടായത്, മഹാഭയം. നോക്കണമേ, ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചത് ഈ വചനങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ആമേൻ അതിന്റെ താഴ്ഭാഗങ്ങളൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്ക് മഹാഭയം ഉണ്ടായത്? നമുക്കറിയാം, എല്ലാവർക്കും സുപരിചിതമാണ് 5-ാം അധ്യായം. ആമേൻ. അതിന്റെ അനന്യാസിനെയും സഫരിയെ കുറിച്ചാണ് ഇവിടെ വായിക്കുന്നത്, പറയുന്നതൊക്കെ. ആമേൻ. ആ ഭാഗങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കാം. ദൈവസഭയ്ക്ക് ആമേൻ നമുക്ക് ഏറ്റവും ആവശ്യം ദൈവമക്കളെ നിത്യതയാണ്. എത്ര പ്രസംഗം കേട്ടാലും, എത്ര ആരാധിച്ചാലും, എത്ര പ്രവചനം കേട്ടാലും സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ലെങ്കിൽ ഇതെല്ലാം വൃത്തം. നാം ഇവിടെ കൈയടിച്ചതും, നാം ഇവിടെ ആരാധിച്ചതും, നാം ബഹളം വെച്ചതും, ആമേ പ്രവാചകന്മാരുടെ പോയതും പ്രവാചകൻ വന്നതും എല്ലാം വ്യർത്ഥമായി തീരുമെന്ന പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അത് ഉണ്ടാകാതിരിക്കുവാനും ഇവിടെ കടന്നു വരുന്ന ഒരൊറ്റ വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാതെ അവർ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരണം. യേശുവിന്റെ രാജ്യത്തിൽ ഇന്നിവിടെ കാണുന്നത് പോലെ അവിടെ കാണുവാനിടയായി തീരണം. അതിനുവേണ്ടി ഒരുക്കപ്പെടുവാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ വചനം. ദൈവദാസിമാരൊക്കെ ഈ കണ്ടക്ഷോഭം ചെയ്ത് ഇവിടെ നിന്ന് ഈ പ്രസംഗിക്കുന്നതിന്റെ കാര്യം എന്താ? ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, നിത്യതയിൽ കാണണം, യേശുവിനോടുകൂടെ കാണണം, യേശുവിനോടുകൂടെ സന്തോഷിപ്പാനിടയായി തീരണം. കൈവിടപ്പെട്ടു പോകരുത്. നോക്കണമേ, എന്താ വിഷയം? പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ അവര് വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങൾ വ്യക്തമായി പഠിച്ച് അതിനെ ഫോളോ ചെയ്യുവാൻ എത്തിക്കണം. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഈ മഹാഭയം ഉണ്ടാകുവാനുള്ള കാരണം എന്താ? 1-ാം വാക്യം മുതൽ വായിച്ചാട്ട് പെട്ടെന്ന്. എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീറയോടുകൂടെ ഒരു നിലം വിറ്റു. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. അത് വിവർത്തനം ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. ഞാനും ഒത്തിരി കാര്യം ചിന്തിച്ചു. ആ വാക്യം ഒന്നുകൂടി വായിച്ചേ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീരയോട് കൂടെ ഒരു നിലം വിറ്റു എന്ന് പറഞ്ഞ നിലം വിറ്റപ്പോ സഫീരയെ കൂടെ വിട്ടുന്നാണോ? ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നത്തുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ തോന്നത്തുള്ളൂ. സഫീരയോട് കൂടെ. ആ തെറ്റിദ്ധാരണ മാറണം. അതുകൊണ്ടാണ് ഈ വാക്യം ഇങ്ങനെ ഞാൻ അത് ക്ലിയർ ആക്കി തരുന്നത്. എന്ന് പറഞ്ഞാൽ സഫീരയുടെ അറിവോടുകൂടെ വിറ്റുന്നതേ അർത്ഥമുള്ളൂ. അല്ലെ സഫീരനെ കൂടെ വിട്ടുന്നതാ. അല്ലെ ഫസ്റ്റ് അങ്ങനെ ചിന്ത വരും. ആ വാക്യം അങ്ങനെ കാണുന്നത്. അത് ബൈബിളിന്റെ മിസ്റ്റേക്ക് അല്ല. അത് വിവർത്തനം ചെയ്തപ്പോൾ അത് ഒത്തിരി വാക്യമുണ്ട്. ഒരു വാക്യം ഞാൻ പറഞ്ഞുതരാം. മത്തായി സുവിശേഷം 28-ാം അധ്യായം, അതിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ ഒരു ഭാഗം ഒത്തിരി കാര്യങ്ങളുണ്ട്, വാക്യങ്ങളുണ്ട്. ഞാൻ 1-2 വാക്യം കാണിച്ചില്ല. മത്തായി സുവിശേഷം അവസാന അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം വായിച്ചെടുക്കും. 19. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാട്ടൊക്കെ ഉപദേശിച്ചും കൊണ്ട്. അപ്പൊ നോക്കി, അവിടെ ഒരു ഉപദേശ പ്രസംഗം വരുന്നില്ല. കത്തോലിക്കർക്ക് വേണമെങ്കിൽ ഈ വാക്യം ചൂണ്ടിക്കാണിച്ച് നമ്മോട് പറയാം, കണ്ടോ അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നതോ പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാണ്. എന്നാല്
അങ്ങനെയാണോ കർത്താവ് പഠിപ്പിച്ചത്? നിങ്ങൾ ഭൂമിയിലൊക്കെ മർക്കോസ് സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഭൂമിയിലൊക്കെ പോയി എന്ത് ചെയ്യണം? ആദ്യം സുവിശേഷം പ്രസംഗിക്കണം. സുവിശേഷം പ്രസംഗിക്കണം. സുവിശേഷം വചനം കേട്ട് വിശ്വസിക്കുന്നവരെ വേണം എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കിന്റെ കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഈ വാക്യവും അതിന് ഇനിയും പല വാക്യങ്ങളുണ്ട്, ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. നമ്മൾ വചനം പഠിക്കും. ഇത് ഇങ്ങനെ ചില വാക്യങ്ങൾ വെച്ച് ചില നിരീശ്വരവാദികളും അല്ലെങ്കിൽ ചില പാരമ്പര്യ ക്രൈസ്തവരും ചൂണ്ടിക്കാണിച്ചു എന്നോട് സംസാരിച്ചു. അതുകൊണ്ടാണ് ഞാനിത് വായിപ്പിക്കുന്നത്. നമ്മൾ ഈ ഭവനങ്ങൾ കയറി സുവിശേഷം പറയാൻ പോകുമ്പോഴും പരസ്യങ്ങൾ നടത്താൻ പോകുമ്പോൾ പലരും പല ചോദ്യങ്ങളുമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. സഫീറിനെ കൂട്ടിയല്ല വിറ്റത്. അവർ രണ്ടുപേരും ഒരുമിച്ച് ആലോചിച്ച് തീരുമാനിച്ചെടുത്ത ഒരു കാര്യം ചെയ്തു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വായിക്കും ബാക്കി. ആ ഒരു തിരുത്തി തന്നേ ഉള്ളൂ. ഓക്കെ, വായിക്കാം. ഭാര്യയുടെ അറിവോടെ കേട്ടോ, അവിടെ വായിച്ചതോ. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, ഇവിടെ പഠിക്കുവാൻ പരിശുദ്ധാത്മ ഒത്തിരി കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഒരംശം രണ്ടുപേരും കൂടി തീരുമാനിച്ച് ആലോചിച്ച് സ്ഥലം വിറ്റ് അവൻ അതിന് ആ കുറെ മാറ്റിവെച്ച് ഒരംശം ദൈവത്തിന് കൊടുത്തപ്പോൾ ഒരംശം കൊണ്ടുവന്ന് എന്ത് ചെയ്തു? അപ്പോസ്തലന്മാരുടെ കാൽക്കൽ. അപ്പൊ ഞാൻ ചിന്തിച്ചു, അടുത്ത ഭാഗം വായിക്കാം. അപ്പോൾ പത്രോസ് അനന്യാസേ പരിശുദ്ധാത്മാവിനോട് വ്യാജം കണ്ടോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാൻ സാത്താനിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ദൈവമക്കളെ. ഈ വിഷയം ഈ രണ്ട് വ്യക്തികളല്ലാതെ ഭൂപരപ്പിൽ ആരെങ്കിലും അറിയാമോ? ഈ ഭൂമിയുടെ പുറത്ത് ആർക്കെങ്കിലും അറിയാമോ എങ്ങനെ പരിശുദ്ധ അവൻ പത്രോസിന് വെളിപ്പെട്ടു? ഇന്ന് പകൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കണം. നാം എന്തൊക്കെ മറച്ചാലും, നാം എന്തൊക്കെ രഹസ്യമാക്കി വെച്ചാലും പരിശുദ്ധാത്മാവിന് മുമ്പിൽ ഇതെല്ലാം മറവല്ല, അതെല്ലാം വെളിവായിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ മറയ്ക്കുവാൻ ഈ ഭൂപരപ്പിൽ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. നാം എത്ര പോസ്റ്റ് പറഞ്ഞാലും, നാം എത്ര വ്യാജം കാണിച്ചാലും ഇതെല്ലാം കാണുന്ന പരിശുദ്ധാത്മാവുണ്ട്. നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തെ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. നാം എന്തു പറഞ്ഞാലും അവൻ പാസ്റ്റർ അറിയത്തില്ല, മറ്റുള്ളവർ അറിയത്തില്ല, പക്ഷെ ദൈവം അറിയും. ഞാൻ ചിന്തിച്ചു, അനന്യാസും സഫീറയും ഇങ്ങനെ ചെയ്യുവാൻ എന്താ കാര്യം? അവരോട് ആരെങ്കിലും പറഞ്ഞോ? പത്രോസ് പറഞ്ഞോ? മറ്റു അപ്പോസ്തലൻ പറഞ്ഞോ നിങ്ങൾ ഭൂമിയിൽ നിങ്ങളുടെ നിലം വിറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അവരാരെങ്കിലും പറഞ്ഞോ? ഒരാളും പറഞ്ഞില്ല. അതിന്റെ ആൻസർ ഇവിടെ കിടക്കുന്നുണ്ട്. ഞാനിങ്ങനെ പഠിച്ചിങ്ങനെ ചിന്തിച്ച് വന്നപ്പോൾ പരിശുദ്ധമാവ് ചൂണ്ടിക്കാണിച്ചാൽ തൊട്ട് മുകളിലെ അധ്യായത്തിന് അതിന്റെ 32ാമത്തെ വാക്യം മുതൽ വായിച്ചാട്ടെ. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും. പത്രോസ് അപ്പോസ്തലൻ വചനം പ്രസംഗിച്ചു. ആമേൻ. അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആമേൻ, അത് കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ് വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും. അവിടെ അവർ ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. അവിടെ ഒന്നും ഞാൻ നിൽക്കുന്നില്ല, കാരണം സമയമില്ല. അവിടെ നിൽക്കുന്നില്ല. അടുത്തത് സകലവും അവർക്ക് പൊതുവായിരുന്നു. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ആമേൻ, അത് പറയാനും സമയമില്ല. അത് കേട്ടാൽ നമുക്ക് ബുദ്ധിമുട്ട്. അതുകൊണ്ട് അടുത്ത ഭാഗം വായിച്ച സിസ്റ്റർ. അപ്പോസ്തലന്മാർ മഹാശക്തിയോടുകൂടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിക്കണമെങ്കിൽ ദൈവമക്കളെ ഏക മനസ്സുള്ളവരായിരിക്കണം, ഏക ഭാവമുള്ളവരായിരിക്കണം, ഐക്യമതപ്പെടുവാനായിരിക്കണം. ഇനി അടുത്ത ഭാഗമാണ് വായിക്കേണ്ടത്. മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെ സഭയിൽ എത്ര പേർക്ക് മുട്ടുണ്ട്? എത്ര പേര് എത്രയോ പ്രയാസങ്ങളിലൂടെ പോകുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഞാൻ വിവരിക്കുന്നില്ല.
വിവരിച്ചാൽ അത് ഉൾക്കൊള്ളാൻ പലർക്കും കഴിയത്തില്ല. ഓക്കെ, പ്രധാന ഭാഗത്തേക്ക് വരുമ്പോൾ സമയം വളരെ കുറവുണ്ട്. അടുത്ത് വായിച്ചാട്ടെ. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. അനന്യാസിനും സഫീറയ്ക്കും ആരും പറഞ്ഞിട്ടല്ല, മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് ഞങ്ങളിത് ചെയ്യാതിരുന്നാൽ അത് പോരായ്മയല്ലേ, മറ്റുള്ളവർ നമ്മെ ചൂണ്ടിക്കാണിച്ച് പലതും പറയില്ലേ എന്നുള്ള ചിന്താധാരണയിലാണ് ഇവർ വിറ്റത് കൊണ്ട് പരിപാടിച്ചത്. അവിടെ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടോ അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടൊന്നുമല്ല. അവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ ആരായി തീരണം, ഞങ്ങളും ഒട്ടും മോശക്കാരല്ല എന്ന് കാണിക്കണം, തെളിയിക്കണം. ഇതൊക്കെ ഇന്ന് സഭയിൽ നടക്കുന്നത്. അവിടെ നിൽക്കുന്നില്ല, പോട്ടെ. നോക്കണമേ. അപ്പൊ അനന്യാസിനും സഫീറയ്ക്കും ഈ ഒരു ചിന്ത വന്നത് കൊണ്ടാണ് ഇവരെന്ത് ചെയ്തത്, ഇതെല്ലാം അവര് വിറ്റ്, അവിടെ ഒരു ഭാഗം വിറ്റ് അവൻ കുറെ മാറ്റിവെച്ച് ഒരല്പം അപ്പോസ്തലന്മാരുടെ പക്കൽ കൊടുത്തു. നോക്കണമേ, പരിശുദ്ധാത്മാവ് ഇത് കാണുവാണ്. അവൻ പത്രോസ് പരിശുദ്ധാത്മാവിൽ പറയും, അനന്യാസിനോട് ചോദിക്കുന്ന ചോദ്യമാണ് നാം കേട്ടത്. 4-ാം വാക്യം 5-ന്റെ. അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? ഇന്ന് പകൽക്കാലം നാം ദശാംശം കൊടുക്കുമ്പോഴും സ്തോത്രയാഴ്ച കൊടുക്കുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും ദൈവമക്കളെ ഒരു നിർബന്ധം പുതിയ നിയമത്തിൽ പറയുന്നില്ല. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമെന്നാണ് പുസ്തകം പഠിപ്പിക്കുന്നത്. ആമേൻ. എന്നാൽ നാം കൊടുത്തിരിക്കണമെന്ന് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ആമേൻ. ദശാംശം കൊടുക്കണം, ആമേൻ. വഴിപാട് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുപോലെ മറ്റുള്ളവരെ സഹായിക്കും. ഇതൊക്കെ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ആമേൻ. നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, ചെയ്യണം തീർച്ചയായിട്ടും. എന്നാൽ ദൈവത്തിന് ഞാൻ പലക്കാലം പരിശുദ്ധാത്മാവിനെ ചൂണ്ടിക്കാണിക്കട്ടെ. ആമേൻ. ദൈവത്തെ മറച്ചു ഒന്നും ചെയ്യുവാനേ, പ്രൈസ് ദി ലോർഡ്. പേരിന് വേണ്ടി നാം ഒന്നും ചെയ്യുവാനേ തീരുന്നത്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നാം ഒന്നും ചെയ്യുവാനേ തീരുന്നത്. ഇത് പരിശുദ്ധാത്മാവ് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തുവാനേ തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം ദൈവസന്നിധി താഴ്ന്നു. ഇനി അടുത്ത പ്രധാന ഭാഗത്തേക്ക് ഞാൻ കടന്നു വരുന്നേ ഉള്ളൂ. ഓക്കെ, നിന്റെ തന്നെയായിരുന്നു. വിറ്റ ശേഷവും നിന്റെ കയ്യിലല്ലേ, നിന്റെ തന്നെയായിരുന്നു. ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് കൊണ്ട് മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, വ്യാജം കാണിക്കുന്ന ദൈവമനിതനെ ദൈവം നമ്മെ അംഗീകരിക്കുകയല്ല, ദൈവം നമ്മെ വെറുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒത്തിരി വാക്യങ്ങൾ ഞാൻ എടുത്ത് കാണിച്ചത്. ദൈവത്തോടും മനുഷ്യരോടും നാം വ്യാജം കാണിക്കുവാനോ വ്യാജം പറയുവാനോ പാടില്ല. കർത്താവ് ഏറ്റവും വെറുക്കുന്ന കാര്യമാണത്. ചൂണ്ടിക്കാണിച്ചു തരാം. ഇനി അടുത്ത ഭാഗം വായിച്ചേ. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ പ്രാണനെ വിട്ടു. എത്ര വലിയ കാര്യമാണ്. നമ്മുടെ ദൃഷ്ടിയിൽ ചെറിയ കാര്യമാണ്, പക്ഷെ പരിശുദ്ധാത്മാവിന് അത് വലിയ. ദൈവസന്നിധി വ്യാജം കാണിച്ചവനെ ആ സെക്കൻഡിൽ അവനെ തട്ടിക്കളയും. അടുത്ത ഭാഗം വായിച്ചേ. ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി. ഇത് കേട്ടവർ എന്താ കേട്ടത്? ആമേൻ. ഈ സംഭവം കാണുകയും കേൾക്കുകയും ചെയ്തവർക്ക് എന്തുണ്ടായി? ഇന്ന് പകൽക്കാലം എനിക്കും നിനക്കും ഭയം ഉണ്ടാകണം. ദൈവമേ, ഈ ദൈവവചനത്തിന് മുമ്പാകെ ഭയം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഇത് മനുഷ്യരെ കാണിക്കുവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇറങ്ങി തിരിച്ചത്. സ്വർഗം നമ്മിൽ പ്രസാദിക്കുവാനേ തീരും. യേശു കർത്താവ് നമ്മിൽ പ്രസാദിക്കുവാനേ തീരും. എന്നിട്ട് എന്താ സംഭവിച്ചത്? ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. കൊണ്ടുപോയി എന്ത് ചെയ്തു? കുഴിച്ചിട്ടു. ആമേൻ. ഇന്നത്തെ സഭ ആയിരുന്നെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ, കോലാഹലങ്ങൾ ഇവിടെ നടക്കുമായിരുന്നു. കാര്യം എന്തെന്നറിയാമോ? അടുത്ത ഭാഗം വായിക്കുമ്പോൾ അറിയാമോ? ഏകദേശം 3 മണി നേരം
3 മണി നേരം കഴിഞ്ഞപ്പോ അവന്റെ ഭാര്യ ഈ സംഭവിച്ചത് കണ്ടോ? ഒന്നും അറിയാതെ ഞാൻ പറയാൻ കാരണം എന്തുവാ? സ്വന്തം ഭർത്താവ് മരിച്ചത് ഭാര്യയെ പോലും അറിയിക്കാതെ, ഒരു നോക്ക് കാണിക്കാതെ, ഒരു ചുംബനം കൊടുക്കുവാൻ സമയം കൊടുക്കാതെ കൊണ്ടുപോയി അങ്ങ് അടക്കം ചെയ്തെന്ന്. അതാ ഞാൻ പറഞ്ഞു, ഇന്നത്തെ സമയം ആയിരുന്നെങ്കിൽ എന്തെല്ലാം കോലാഹലങ്ങൾ നടന്നത്. സ്വന്തം ഭാര്യനെ കാണിക്കാതെ, അറിയിക്കാതെ കൊണ്ട് അടക്കം ചെയ്യാൻ ആരെങ്കിലും സമ്മതിക്കുമോ? അന്ന് അതിന്റെ പ്രത്യേകത എന്നറിയുമോ? അന്നുള്ളവരെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരുന്നു. അവർക്ക് ദൈവ ഭയം ഉണ്ടായിരുന്നു. കാരണം കളിക്കാൻ പോയാൽ, കൊടി പിടിക്കാൻ പോയാൽ, പക്ഷം നിൽക്കാൻ പോയാൽ, ആമേൻ, ദൈവം പിടിക്കും, ദൈവം അടിക്കുമെന്നുള്ള ഒരു ചിന്ത ഉള്ളതുകൊണ്ട് മിണ്ടിയില്ല. ഇതൊന്നും അറിയാതെ തന്റെ ഭാര്യ കടന്നു വന്നു. ചോദിക്കുന്ന ചോദ്യം എന്താണ്? പത്രോസ് അവളോട് ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? ഈ സഹോദരി ആമേൻ ഒന്നും അറിഞ്ഞില്ല. ഭർത്താവിന് സംഭവിച്ച കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. ഭർത്താവിനെ കാണാനായപ്പോ ഒന്ന് തിരക്ക് വന്നതായിരിക്കാം. എന്റെ ചിന്ത അവിടെ എഴുതിയിട്ടില്ല. ആമേൻ, വന്നതായിരിക്കാം. വന്നിട്ട് എന്താ ചോദിക്കുന്നത്? പത്രോസ് ചോദിച്ചത്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു. പറക, നിന്റെ വായിൽ നിന്ന് കേൾക്കണം. ഇവൾ ബുദ്ധിയുള്ളവളായിരുന്നെങ്കിൽ ഈ ചോദ്യം കേൾക്കുമ്പോഴേക്കും മനസ്സിലാക്കാൻ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുമായിരുന്നു. പക്ഷെ അതൊന്നും ചിന്തിക്കാതെ ഇവിടെ എന്താ പറഞ്ഞേ? അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. ഇത്രയ്ക്ക് തന്നെ എന്ന് ഇവൾ പച്ച കള്ളം പറഞ്ഞു. ഇവൾ പച്ച കള്ളം പറഞ്ഞു. എന്താ സംഭവിച്ചേ? പത്രോസ് അവളോട് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇന്ന് പലകാലം സത്യത്തെ മറച്ചു വെക്കുവാൻ തമ്മിലൊത്താൽ ദൈവത്തിന്റെ ശിക്ഷാവിധി കടന്നു വരുവാനായിരിക്കും. ദൈവമക്കളെ, ഒക്കേണ്ട കാര്യത്തിന്, നല്ല കാര്യത്തിന് നാം ഒക്കുവാനേ ചെയ്യണം. ദൈവമല്ലാത്ത ഒരു കാര്യത്തിനും യെസ് പറയുവാൻ നാം കൂട്ടു നിൽക്കുവാൻ പാടില്ല എന്ന് പുസ്തകം നമ്മെ പഠിപ്പിക്കുവാനേ. ഹല്ലേലൂയ. നാം അങ്ങനെ ചെയ്താൽ സഫീറയ്ക്കും അനന്യാസിനും ഉണ്ടാകുന്ന അനുഭവം തന്നെയാണ് നമുക്കും ഉണ്ടാകുക. ഇവിടെ കണ്ടോ സംഭവിച്ചെന്താ? സഫീറ പറഞ്ഞു അതെ ഇത്രയ്ക്ക് തന്നെ എന്ന് പറഞ്ഞു. എന്നിട്ട് പത്രോസ് കൊടുക്കുന്ന പറഞ്ഞു എന്താ? കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിലൊത്തതെന്ത്? നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോയി എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്താ സംഭവിച്ചേ? ഉടനെ അവളും അവന്റെ കാൽക്കൽ വീണു, പ്രാണനെ വിട്ടു. ഇന്ന് പകൽക്കാലം ഒരു ഞാൻ പറയാം. എന്നെ കേൾക്കുന്ന ദൈവമേ, ഓൺലൈനിലൂടെ ഇവിടെ ഇരുന്ന് കേൾക്കുന്ന ദൈവമക്കളെ, ഒരു കാര്യം വ്യക്തമായി പറയാം. ഭോഷ്ക് പറയുന്നവനെ ദൈവം വെറുക്കുകയാണ്. ഭോഷ്ക് പറയുന്നവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ഇല്ല എന്ന് ഈ പുസ്തകത്തിൽ ഞാൻ തെളിവേത്. ഒത്തിരി വാക്യങ്ങളുണ്ട്. ചില വാക്യങ്ങൾ മാത്രമേ ചൂണ്ടിക്കാണിച്ച് പെട്ടെന്ന് ഞാൻ ഇരിക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. ആമേൻ. വായിക്കാം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എഫെസ്യ ലേഖനം 4-ാം അധ്യായം. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താങ്കളുടെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. പുതിയ നിയമത്തിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, കൂട്ടുകാരനോട് പോലും നാം ഭോഷ്ക് പറയാൻ പാടില്ല. അവിടെ നിന്ന് പല കാര്യങ്ങൾ പറയാൻ താല്പര്യമുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു. ഈ വാക്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളൊന്ന് ഈ വാക്യങ്ങൾ പറ്റുമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. എന്നിട്ട് വീട്ടിൽ പോയത് വായിക്കും. ആ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമെന്നാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഞാൻ പറഞ്ഞ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമ്മളൊന്ന് വായിച്ചു തരണമേ. യെശയ്യാ പ്രവചനം 30-9, 59-ന്റെ 3-4 വാക്യം. അവർ മത്സരമുള്ള ഒരു ജനവും, നിങ്ങൾ വായിക്കണം, മത്സരമുള്ള ഒരു ജനവും, ഭോഷ്ക് പറയുന്ന മക്കളും യഹോവയുടെ ന്യായപ്രമാണത്തെ അനുസരിക്കാത്ത സന്തതിയുമല്ലോ.
ആരാ പറയുന്നേ? നാമും ആരാ? പുതിയ നിയമ ഇസ്രായേലാ നാമും. പഴയ നിയമ ഇസ്രായേലിൽ നിന്ന് ഒട്ടും വ്യത്യസ്തരല്ല നാമും. അവർ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ നമ്മൾ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ. അവരെക്കാളും മഹത്വമുള്ളവരാ നമ്മൾ. അവർ ആട്ടിൻകുട്ടിയുടെ രക്തത്താലാണ് വീണ്ടെടുക്കപ്പെട്ടതെങ്കിൽ നാം യേശു കർത്താവാകുന്ന കുഞ്ഞാടിന്റെ രക്തത്താലാണ് വീണ്ടെടുക്കപ്പെട്ടത്. അങ്ങനെയുള്ളവരോടാ പറയുന്നത്, ഭോഷ്ക് പറയരുത്. ഇനി 59:3-4 വാക്യം. നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകർത്തി കൊണ്ടും മലിനമായിരിക്കുന്നു. നിങ്ങളുടെ അധരങ്ങൾ നിങ്ങളുടെ അധരങ്ങൾ ഭോഷ്ക് സംസാരിക്കുന്നു. നിങ്ങളുടെ നാവ് നീതികേട് ജപിക്കുന്നു. നിങ്ങളുടെ നാവ് എന്ത് ചെയ്യുന്നു? ദൈവമക്കളെ, നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ടും ഈ വക കാര്യങ്ങൾ ഇന്ന് നാം പിന്തുടരുന്നുവെങ്കിൽ എത്ര അന്യഭാഷ പറഞ്ഞാലും, എത്ര സ്തുതിച്ചാലും, എത്ര എന്തൊക്കെ ചെയ്താലും സ്വർഗം ഇത് അംഗീകരിക്കയില്ല എന്ന് പുസ്തകം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. Praise the Lord. Praise the Lord. ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കണം. നാം ഇവിടെ വന്നത് എന്തിനാ? കർത്താവിന്റെ രാജ്യത്തിലേക്ക് പോകാൻ ഒരുക്കം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. Praise the Lord. ഇത് ഒരുക്കപ്പെടാനുള്ള സ്ഥലമാണ്. ഈ ദൈവദാസന്മാരും ദാസിമാരും ഇവിടുന്ന് പറയുന്ന വചനങ്ങൾ എന്തിനാ? നാം ഓരോ ദിവസവും ഒരുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. Praise the Lord. നമ്മുടെ ലക്ഷ്യം നിത്യതയാണ് ദൈവമക്കളെ. അത് നാം നഷ്ടപ്പെടുത്തി കളവാടിയെത്തിയുള്ളൂ. ആമേൻ. സദൃശവാക്യം 12-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യവും 19-ാമത്തെ വാക്യവും 22-ാമത്തെ വാക്യവും വായിച്ചാണ്. എന്താണ് അവിടെ പറയുന്നത്? പോസ്റ്റ് പറയുന്നതിനെ കുറിച്ച്. സത്യം പറയുന്നവൻ നീതി അറിയിക്കുന്നു. കണ്ടു, അവിടെ വായിക്കുന്നു. സത്യം പറയുന്ന അധരം നീതി അറിയിക്കുന്നു. നീതി എന്നേക്കും നിലനിൽക്കും. കള്ളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു. വ്യാജം പറയുന്നവനാവോ മാത്രം. ബൈബിളും നമ്മുടെ ബൈബിളും സ്വല്പം വ്യത്യാസം സെയിമാണ്. അർത്ഥങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. വാക്കുകൾക്ക് മാത്രം വ്യത്യാസം വരുന്നു. ഒന്നുകൂടി വായിച്ചു. സത്യം പറയുന്നവൻ നീതി അറിയിക്കുന്നു. സത്യം പറയുന്നവൻ നീതി അറിയിക്കുന്നു. കള്ളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു. വഞ്ചന അറിയിക്കുന്നു. ഇനി അതിന്റെ 19-ാമത്തെ വാക്യം. സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കും. വ്യാജം പറയുന്ന നാവോ മാത്രം നേരത്തേക്കേ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്ന് വിശദീകരിക്കാൻ കുറച്ച് വാക്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ സമയം എനിക്ക് ഒത്തിരി സമയമാണ് ഇതൊക്കെ പറഞ്ഞ് ഒന്നും വ്യക്തമാക്കണമെങ്കിൽ. ഇനി അടുത്ത വാക്യം 22-ാമത്തെ വാക്യം. വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്. സത്യം പ്രവർത്തിക്കുന്നവരോ വ്യാജം പറയുന്നവരെ ദൈവം വെറുക്കുകയാണ്. ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് എപ്പോഴും പറയാം. എന്റെ കുഞ്ഞുങ്ങൾ ചെറുപ്പം എന്റെ ജോഷുവായ്ക്കും അക്സയ്ക്കും ജോയനും ഒത്തിരി അടി കിട്ടിയിട്ടുണ്ട്. ബോഷ് പറഞ്ഞതിന്. ഇനി ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരും ഇപ്പോഴേ മെസ്സേജുകൾ അയക്കാൻ തുടങ്ങുന്നു. ഇത് കഴിഞ്ഞിട്ട് ചെല്ലുമ്പോ ഓരോരുത്തരും പറയുമ്പോ എന്നെ പിടിച്ച് കൊച്ചു കാരണം ഇതൊക്കെ പറയുന്നു. ഇത് ശരിയല്ല ദൈവമക്കളെ. വചനമാണ് ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞത്. വചനമല്ലേ ഞാൻ പറയുന്നേ. ഇപ്പോഴേ മെസ്സേജുകൾ അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരും കുത്തുവോ. ഞാൻ ഭാഷ മൊബൈൽ പുറത്തു വെപ്പിക്കുന്നത്. ഈ ക്യാമറ പിടിക്കുന്നവർ മാത്രം മൊബൈൽ ഉണ്ടെന്നാ. ബാക്കിയൊക്കെ മൊബൈൽ ഓഫീസിൽ വെച്ചിരിക്കുന്നത് തന്നെയാണ്. ഇത് ശരിയല്ല. ഞാൻ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ക്യാമറ പിടിക്കാൻ നമ്മൾ അവരെ കൊണ്ടുപോകണ്ടേ? അവരിത് പിടിക്കുന്ന ലൈവ് ഇത് പിടിക്കുന്നല്ലേ? അവര് നമ്മുടെ ചർച്ചയിൽ ഇടുന്നത്. അവരെ മാത്രമേ അനുവദിക്കാവുന്ന ഞാൻ പറഞ്ഞു. ബാക്കി ഒറ്റടത്തിനെ കൊണ്ടുപോയിക്കാൻ സമ്മതിക്കുന്നത്. പാട്ട് പാടുന്നവർ മൊബൈൽ നോക്കി പാടുന്നത്, പുസ്തകത്തിൽ നോക്കി പാടണം. അത് എഴുതി കൊണ്ടു പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. എടാ, അന്ന് ഞാനൊരു മുണ്ടിട്ട കാര്യം പാടില്ല. എന്റെ പൊന്നെ, 2 ആഴ്ചത്തേക്ക് മുണ്ടിന്റെ പരിപാടി തന്നെയാണ്. ഞാൻ എന്റെ നിഷ്കളങ്കത ഞാനത് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് സ്കാർഫ് ഇട്ടില്ലല്ലോ.
ഞാൻ സ്കാർഫ് ഇത് കിട്ടിയില്ല, മുണ്ടെന്ന് പറഞ്ഞു. അത് തെറ്റാണ്. സ്കാർഫ് മുണ്ടെല്ലാം ശരി തന്നെ, മുണ്ടെന്ന് തന്നെ ഒരു തുണി കഷ്ണം. പത്രോസ് അതാ പറഞ്ഞത്, തലയിൽ മുണ്ടിട്ട് പ്രാർത്ഥിക്കാവും ചെയ്യാവുന്ന അർത്ഥത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്റെ പൊന്നെ കൊച്ചിനെ പിന്നെ മുണ്ട് എടി നീ മുണ്ടെടുത്തില്ല, എടി മുണ്ടെടുത്തില്ല എന്തൊക്കെയാ ഇതിന് ആരും ഒരു ഇതായി പഠിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ഓക്കെ, ഞാൻ വിഷയത്തിലേക്ക് കടന്നു. ദൈവമക്കളെ, നമ്മൾ ദൈവസന്നിധിയിൽ എപ്പോഴും ഭയത്തോടെ ഇരിക്കും. ഇത് കളിക്കുന്ന സ്ഥലമല്ല. ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം അറിയാൻ മേലാഞ്ഞിട്ടാണ്. കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അനന്യാസ് പോസ്റ്റ് പറഞ്ഞില്ല, പ്രവർത്തിച്ചത് കണ്ടവനാ കർത്താവ്. സഫീറയാ പോസ്റ്റ് പറഞ്ഞത്. അവിടെ രേഖപ്പെടുത്തിയത് അനന്യാസ് പോസ്റ്റ് പറഞ്ഞതായിട്ടല്ലേ പറഞ്ഞു കാണും, ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അനന്യാസ് വ്യാജം കാണിച്ചത് എന്തെന്ന് പത്രോസ് ചോദിച്ചു. ഇതൊക്കെ മനസ്സിലാക്കാൻ എന്തിനാണെന്നറിയോ? നമ്മൾ കാണുന്ന ദൈവമാണ്. നമ്മൾ ആരാധിക്കുന്ന സമയത്ത് മൊബൈലിൽ നിന്ന് തോന്നുന്നതും ആമേൻ എന്ത് കാണിക്കുന്നതും ദൈവം കാണുന്നുണ്ട്, കർത്താവ് കാണുന്നുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഭയത്തോടും വിറയലോടും ഇരിക്കണം. ഇതാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. ഞാൻ യഹോവയായ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതിരുന്നാൽ ഞാൻ പറയട്ടെ, നാം വ്യാജം കാണിക്കുക. പരിശുദ്ധാത്മാവോട് വ്യാജം കാണിക്കുക. സ്വർഗ്ഗത്തിൽ പോകാനാണോ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ ഇതിന് വളരെ വില കൊടുക്കുന്ന തീർച്ചയായിട്ടും ഞാൻ ഇതിന് വളരെ വില കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയുന്നത് ദൈവമക്കളെ സ്വർഗ്ഗത്തിൽ പോകുന്നവരാണ്. ഓക്കെ, വാക്യത്തിലേക്ക് ഇനി കുറച്ചുകൂടി ഗൗരവമായ വാക്യങ്ങൾ വരുന്നു. യാക്കോബിന്റെ ലേഖനം, യെശയ്യാ പ്രവചന പുസ്തകം 61-ാമത്തെ 8-ാം വാക്യം. പെട്ടെന്ന് വായിക്കും. 61-ന്റെ 8. യഹോവയായ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയെ വെറുക്കുകയും ചെയ്യുന്നു. വിശ്വസ്തയോടെ ഒരു പ്രതിഫലം കൊടുത്ത് നോക്കണമേ, ദൈവം യഹോവയായ ദൈവം ന്യായത്തെ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. അവർ അന്യായത്തിന് കൂട്ടുനിൽക്കുന്ന ദൈവമല്ല. അന്യായം പ്രവർത്തിക്കുന്നവരെയും അന്യായം സംസാരിക്കുന്നവരെയും വെറുക്കുന്ന ദൈവമാണ്. സദൃശവാക്യം 30-ാം അധ്യായം 8-ാം വാക്യം. സദൃശവാക്യം 30-ാം അധ്യായം 8-ാം വാക്യം. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്നെ എന്നെ പോഷിപ്പിക്കണമേ. കണ്ടോ, ഭക്തന്റെ പ്രാർത്ഥനയാണ്. വ്യാജം എന്നിൽ കടന്നു വരല്ല ദൈവമേ. വ്യാജത്തെ ഇഷ്ടപ്പെടുവാനോ വ്യാജത്തെ സംസാരിക്കുവാനോ അവൻ എനിക്ക് ഇടവരല്ലേ. നമ്മുടെ പ്രാർത്ഥന അതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇനി സദൃശവാക്യം തന്നെ 13-ാം അധ്യായം 5-ാം വാക്യം. 13-ന്റെ 5, 14-ന്റെ 5, 25, 15-ന്റെ 8. നീതിമാൻ ഭോഷ്ക് വെറുക്കുന്നു, ദുഷ്ടനോ ലജ്ജയും നിന്ദയും വരുത്തുന്നു. അവൻ നീതിമാൻ എന്ത് ചെയ്യുന്നു? ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നീതിമാന്മാരാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഭോഷ്ക് നാം പറയുന്നുണ്ടെങ്കിലും ഭോഷ്ക് പറയുന്നവരെ നാം എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? വെറുക്കണം. ഭോഷ്കിനെ വെറുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇനി അടുത്ത 14-ന്റെ 5. വിശ്വസ്ത സാക്ഷി ഭോഷ്ക് പറയുകയില്ല. കള്ളസാക്ഷിയോ ഭോഷ്ക് വിശ്വസിക്കുന്നു. അപ്പൊ വിശ്വസ്തനായ ഒരു വ്യക്തി ഭോഷ്ക് പറയുകയില്ല. അനന്യാസിനും സഫീറയ്ക്കും പറ്റിയത് നമുക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി അതിന്റെ 25, 14-ന്റെ 25. നിത്യസാക്ഷി പ്രാണരക്ഷ ചെയ്യുന്നു. വിശ്വസ്ത
ഒന്നുകൂടി വായിച്ചേ. നിത്യസാക്ഷി. സത്യസാക്ഷി. നിത്യസാക്ഷിയുടെ സാധാരണ അങ്ങനെ വാക്യം ഞാൻ വായിച്ചിട്ടില്ല. നിത്യസാക്ഷി എന്നൊരു വാക്യം ഞാൻ വായിച്ചിട്ടില്ല. ഓക്കെ, സത്യസാക്ഷി പ്രാണരക്ഷ ചെയ്യുന്നു. പ്രാണരക്ഷ ചെയ്യുന്നു. ഭോഷ്ക് വിശ്വസിക്കുന്നവനോ? അപ്പൊ വഞ്ചന ചെയ്യുന്നവനാരാ? ഭോഷ്ക് പറയേണ്ട, അത് വിശ്വസിക്കുന്നവർ മാത്രമേ. Praise the Lord. അത് നിശ്വസിക്കുന്നവർ അവൻ വഞ്ചന ചെയ്യുന്നു. Praise the Lord. നാം ആരും വഞ്ചകന്മാരാകാതിരിക്കട്ടെ. ആമേൻ. ഇനി അതിന്റെ 19:9 സദൃശവാക്യം 19:9. കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കയില്ല. കള്ളസാക്ഷിക്ക് ദൈവത്തിന് ശിക്ഷ വരാതിരിക്കയില്ല. ഭോഷ്ക് വിശ്വസിക്കുന്നവർ നശിച്ചു പോകുമെന്ന് ഞാനല്ല പറഞ്ഞ, പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക. ഭോഷ്ക് വിശ്വസിക്കുന്നവർ നശിച്ചു പോകും. ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിടുതലുകൾ ലഭിക്കാത്തതിന്റെ കാര്യം ഈ വക കാര്യങ്ങളൊന്ന് ചിന്തിക്കണമേ. ഒന്ന് ആമേൻ ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവരണമേ. നമുക്ക് നിസ്സാരമെന്ന് തോന്നും, പക്ഷെ ദൈവത്തിന് ഇത് വലിയ കാര്യമാണ്. ചൂണ്ടി കാണിച്ച് വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളിലേക്ക് ബന്ധമുള്ളൂ. ആമേൻ ആമേൻ. ഇനി 1 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 8-10 വാക്യങ്ങൾ. 8 മുതൽ 10 വരെ. 1 തിമോഥെയോസ് 8:1-8 വരെ. പെട്ടെന്ന് ന്യായപ്രമാണമോ നീതിമാനല്ല. നീതിമാൻ. ആ വാക്യങ്ങൾ ശ്രദ്ധിക്കണം. ന്യായപ്രമാണമോ നീതിമാനല്ല. അധർമ്മികൾ, അബദ്ധർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, പുരുഷ മൈഥനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസാക്ഷ്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായ മറ്റ് ഏതിനും അത്രേ വച്ചിരിക്കുന്നത്. ഈ ബൈബിളൊന്ന് വായിച്ചേ. പെട്ടെന്ന് വായിക്കണേ. ദുർനടപ്പുകാർ, പുരുഷ മൈഥുനക്കാർ, 1 തിമോഥെയോസ് 1:8 മുതൽ 10 വരെ വാക്യങ്ങളെ പറഞ്ഞു. നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായി മറ്റേതിനും അത്രേ വച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണത്തിൽ നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു. Praise the Lord. ഞാൻ സമയം പോയതുകൊണ്ട് ഞാൻ വിവരിക്കുന്നത് 2 വാക്യം കൂടി വായിച്ചു നിർത്താം. Praise the Lord. ഒത്തിരി വാക്യങ്ങളുണ്ടെങ്കിൽ 2 വാക്യം കൂടി. സ്വർഗത്തിൽ പോകത്തില്ല എന്ന് അവസാനമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 21-ാം അധ്യായം ആമേൻ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യവും അതിന്റെ 27-ാം വാക്യം പെട്ടെന്ന് വായിക്കണേ. 21-8-ഉം 27. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. ഇത് രണ്ടാമത്തെ മരണം. രണ്ടാമത്തെ മരണം ആർക്കുള്ളതാ? ഹല്ലേലൂയ. ഞാൻ വിശദീകരിക്കുന്ന സമയമില്ലാത്തതുകൊണ്ട്. അപ്പൊ നോക്കണേ, ഇവിടെ പറയുന്നു ഭോഷ്ക് പറയുന്നവർക്ക് എല്ലാവർക്കും ഓഹരി എന്താണ്? തീയും ഗന്ധവും. അതെവിടെ തീയും ഗന്ധവും എവിടെ ഉള്ളത്? നരകത്തിൽ. ഇനി 22-15 വാക്യം വായിച്ചു നിർത്തി. 22-15. നായ്ക്കളും ക്ഷുദ്രക്കാരും, ദുർനടപ്പുകാർ, കൊലപാതകന്മാർ, ബിംബാരാധികൾ, ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ആരുടെ പുറത്ത്? സ്വർഗരാജ്യത്തിന് പുറത്ത് തന്നെ എന്നാ ഞാൻ പറഞ്ഞത്. ഞാനെന്താ പരിശുദ്ധാത്മാവിലേക്ക് ഞാൻ പറയാം. ഇവിടുന്ന് ഒത്തിരി കാര്യങ്ങൾ പറയണ്ട. ആരെങ്കിലൊക്കെ പുറത്ത് വരുന്നവർക്കുണ്ട്. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു അവർ സ്വർഗരാജ്യത്തിന് പുറത്ത്. അപ്പൊ നോക്കണത് ദൈവമക്കളെ, ഭോഷ്ക് പറയുന്ന സ്വർഗത്തിൽ പോകും,
ഇത് ഞാൻ പറഞ്ഞതല്ല, വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. Praise the Lord. അപ്പൊ ഇന്നു മുതൽ ഇതുവരെ ആരെങ്കിലും മോഷ്ക്ക് പറഞ്ഞ് ദൈവത്തിനും മനുഷ്യർക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ദൈവസേന നെടുമ്പാട് വീഴും. പ്രാർത്ഥിച്ചോളൂ, കർത്താവേ എന്നോട് ക്ഷമിക്കണം. ഇത്രയും വലിയ ഇനിയും ബാക്കിയുള്ള ഒത്തിരി ഉണ്ട്, സമയമില്ലാത്തോണ്ടാ. എനിക്ക് 1 മണിക്കൂർ കൂടി തരുമോ, ഞാൻ വെച്ച് കാച്ചി തരാം. Praise the Lord. Praise the Lord. ഞാൻ പറഞ്ഞത് അവൻ ഗൗരവമായിട്ട് എടുക്കണം. Praise the Lord. ചിരിച്ചോ കുഴപ്പമില്ല, പക്ഷെ ഇത് ഗൗരവമായിട്ട് ഇവിടെ ഇന്ന് കാണുന്നത് പോലെ സ്വർഗത്തിൽ കാണുവാൻ അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാവരും ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ ആരാധിക്കാം.